അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. ഇവിടെ 400-ലധികം സീറ്റ് നേടും എന്ന് പറഞ്ഞ്, അതും ഒറ്റയ്ക്ക് തന്നെ BJP 400-ലധികം സീറ്റ് നേടും എന്ന് പറഞ്ഞ് വലിയ അഹങ്കാരത്തിന്റെ ശബ്ദത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെ ആരംഭിച്ചത്. അതിനൊന്നും ഇല്ലേ? 2014 പറഞ്ഞു ഞാൻ സർവന്റ് ആണ്, എല്ലാവരുടെയും സേവകനാണെന്നാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി പറഞ്ഞത്. 2019 എത്തിയപ്പോൾ ഞാൻ കാവൽക്കാരനാണ്, ചൌക്കിദാറാണെന്ന് പറഞ്ഞു. 2024 എത്തിയപ്പോൾ ഞാൻ ദൈവമാണ് എന്ന രൂപത്തിൽ പറയുന്ന സാഹചര്യമുണ്ടായി. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. കൃത്യമായി 294 സീറ്റ് എന്ന് പറയുമ്പോഴും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. BJPക്ക് തന്നെ 303 സീറ്റ് ഉണ്ടായിരുന്നു. 62 സീറ്റുകളുടെ കുറവ് ഇപ്പോഴുണ്ട്. ഏറ്റവും കുറച്ചു നാൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയതും ജനാധിപത്യത്തിനെതിരായിട്ടുള്ള സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ഏകാധിപത്യ പ്രക്രിയയ്ക്ക് എതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ ഈ വിജയം വളരെ ആവേശത്തോടെ തന്നെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നത്. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. അതുകൊണ്ട് ഈ അലക്കുകാരന്റെ കഴുതയുടെ കഥ പറഞ്ഞതുപോലെയാണ്. എന്തെങ്കിലും ഒരിക്കൽ അലക്കുകാരന്റെ ഭാര്യയെ കഴുതയ്ക്ക് കെട്ടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച് ഏകാദശി നോറ്റ് ആയുഷ്കാലം ചുവട് ചുമക്കുന്ന ഒരു കഴുതയുടെ കഥ പഞ്ചതന്ത്രത്തിലുണ്ട്. അതേ അവസ്ഥ എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയുടെ അവകാശവാദം കേട്ടപ്പോ തോന്നിയത്. എന്റെ സുഹൃത്തെ, താങ്കൾ എന്തിനാണ് ഈ കിടന്ന് തിളയ്ക്കുന്നത്? 543 സീറ്റ് ഉള്ളിടത്ത് നിങ്ങൾക്കാകെ ഉള്ളത് 2 സീറ്റാണ്. കഴിഞ്ഞ തവണത്തെക്കാൾ എന്റെ സുഹൃത്തെ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോഴൊന്നും ആരുണേ നിങ്ങൾ നിർത്ത്, വലിയ ക്ഷോഭിക്കുക. നിങ്ങൾ ഈ നാട്ടിൽ ആരുമല്ല സുഹൃത്തെ. ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 സീറ്റേ ഉള്ളൂ. അവിടെ നിൽക്ക്, അധികം തിളയ്ക്കാനും മാത്രം ഒന്നും ആയിട്ടില്ല. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് കേരളത്തിലെ 650 കിലോമീറ്റർ നീളമല്ലെന്ന് അരുൺ ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്തപ്പെടാൻ പറ്റുന്നതിനും അപ്പുറത്തുള്ള വലിയൊരു പ്ലോട്ടാണ്. അവിടെ ആണുങ്ങൾ സംസാരിക്കും, നിങ്ങളോട് മിണ്ടാതിരിക്കും. നിങ്ങളാകട്ടെ, നിങ്ങൾ ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്യാനുള്ള പക്വതയും പ്രായമൊക്കെ ആകട്ടെ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ഈ കിട്ടിയത് ഒന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളൂ. നിങ്ങളോട് ജയിച്ചു കാണിക്കും. 100 വർഷം കൊണ്ട് ഒരു 10 സീറ്റ് ജയിക്കാൻ പറ്റാത്ത പാർട്ടി ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്നത് ഞങ്ങളെ എന്താ പഠിപ്പിക്കാൻ വരിക? ഞങ്ങൾക്ക് 240 സീറ്റുണ്ട് സുഹൃത്തെ, നിങ്ങൾക്ക് എത്ര ഉണ്ട്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. നിങ്ങൾ എന്തിന്റെ നേരിലേക്ക് കിടന്ന് തിളയ്ക്കുന്നത്? നിങ്ങൾക്ക് എത്ര എണ്ണം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ നിങ്ങളുടെ സ്ഥാനം എവിടെയാ? ഞാനതാ പറഞ്ഞ കഴുതയുടെ കഥയതാ പറഞ്ഞത്. അലക്കുകാരന്റെ കഴുതയെ പോലെ എന്തെങ്കിലും അലക്കുകാരൻ ഭാര്യയെ കെട്ടിച്ചു തരുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും BSPയുടെയും സമാജ്വാദി പാർട്ടിയുടെയും സ്റ്റാലിന്റെയും മമതയുടെയും ഒക്കെ തിണ്ണ നിരങ്ങാനേ നിങ്ങൾക്ക് യോഗമുള്ളൂ. അതുകൊണ്ട് അവിടെ നിൽക്കൂ. ഞങ്ങൾ പറയട്ടെ, വെറുതെ കിടന്ന് തിളക്കരുത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്? ഈ മോദിയെ ദൈവമാക്കി ആരോ കരുതി എന്ന് പറയുമ്പോ ഇവിടെ പിണറായി വിജയൻ എന്താ കാരണഭൂതൻ എന്ന് പറഞ്ഞ് തിരുവാതിര കളി മറന്നുപോയായിരുന്നോ? അത് പിന്നെ അപ്പൊ അന്ന് പിണറായി വിജയൻ കെട്ടും കെട്ടി ഇന്തോനേഷ്യക്ക് പോയപ്പോ ഈശ്വരൻ വിശ്രമിക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാ. അതുകൊണ്ട് ദേവി അത് വെറുതെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞു മേടിക്കരുത്. പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് സൂചിപ്പിക്കാനുള്ളത്, സീറ്റുകളുടെ എണ്ണം നോക്കിയിട്ടല്ല ഞങ്ങൾ പോരാട്ടം നടത്തുന്നത്. അതെ, അതാ എന്റെ പ്രത്യേകത. നിങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവീതികളിൽ സാധാരണക്കാരുടെ കുടിലുകൾ തകർത്തപ്പോ ആ ബുൾഡോസറിന്റെ മുന്നിലേക്ക് കയറി നിന്ന ആ സ്ത്രീയുടെ പേര് അറിയോ? ആ സ്ത്രീയുടെ പേര് വൃന്ദാക്കാരാട്ട് എന്നാണ്. സഖാവ് വൃന്ദാക്കാരാട്ട്. ബിൽക്കീസ് ബാനുവിന്റെ കേസിൽ നിങ്ങൾ കൊലക്കേസിലെ പ്രതികളെ, ബലാത്സംഗ കേസിലെ പ്രതികളെ നിരുപാധികം വിട്ടയച്ചപ്പോ അതിന് എതിരെ നിയമ പോരാട്ടം നടത്തിയ സ്ത്രീയുടെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയോ? ആ സ്ത്രീയുടെ പേര് സുഭാഷിണി അലി എന്നതാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. നിങ്ങൾ 100 വർഷം ഞങ്ങളുടെ പാരമ്പര്യം വരുമ്പോ RSSും രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയാൻ പോകുകയാണ് അടുത്ത വർഷം. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ആ RSSന് 100 വയസ്സ് തികയുമ്പോ ചില അജണ്ടകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ആ അജണ്ട പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങളെ വിരട്ടാൻ വരണ്ട, വിലപേശാനും വരണ്ട. പോരാട്ടം തുടരും, നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും, രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തുടരും. ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇതൊക്കെ അവർ മോക്ഷത്തിന് വേണ്ടി നടത്തുന്ന കാര്യമാണ്. കാര്യം 100 വർഷമായി. 100 വർഷം കൊണ്ട് സുപ്രീം കോടതി പോരാടി, തെരുവിൽ പോരാടി, സമരം ചെയ്തു, അവസാനം ഒരു സീറ്റേലായിട്ട് ഒതുങ്ങി. അപ്പൊ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷം വന്നത് മോക്ഷത്തിന് വേണ്ടിയാണെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കിയത്. അദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ പോരാടി. എന്താണ് സുഹൃത്തെ നിങ്ങൾ പോരാടിയത്? സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിക്ക് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ള പോരാട്ടം പോരായിരുന്നോ ശ്രീ അരുൺകുമാറെ?
ഇന്നേ വരെ നിങ്ങളുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി EMS അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ 100 വർഷം കൊണ്ട് പോരാടുവാണല്ലോ നിങ്ങൾ. എന്ത് പോരാട്ടമാണ് നിങ്ങളെ? അതല്ലേ പിന്നല്ലേ നിങ്ങളോട് ചോദിക്കുന്ന മറുപടി ഇത്ര തിരിച്ചടി നിങ്ങൾക്ക് നേരിട്ടതിന്റെ കാരണം പറയാനോ ശോഭിച്ചിട്ട് കഥയില്ല. നിങ്ങൾ BJP നന്നാക്കാൻ വരാതെ ഞാൻ എന്തൊക്കെയായിരുന്നു മോഹനസുന്ദര വാഗ്ദാനങ്ങൾ? അരുണെ, ഞങ്ങളുടെ 60 സീറ്റ് നഷ്ടപ്പെട്ടതാണ് അരുണിന് ആശങ്കയെങ്കിൽ ദേവി ചെയ്ത് അങ്ങ് BJP ചേരുമായിരിക്കും നല്ലത്. ഞങ്ങളെ പറ്റി ഇത്ര ആശങ്ക ഉണ്ടെങ്കിൽ. ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ പരിഹരിച്ചോളാം. ഞങ്ങളുടെ 60 എവിടെ പോയി എന്നുള്ളത്. പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ട, ഒരു കണ്ണാടി ഒന്ന് വെച്ചു കൊടുക്കണ്ടേ? 100 വർഷമായില്ലേ? ഞങ്ങളെ കുറ്റം പറയില്ലേ നിങ്ങളിരുന്ന്? 100 വർഷം കൊണ്ട് സ്വന്തം പാർട്ടിയുടെ സെക്രട്ടറിക്ക് സ്വന്തം അരിവാൾ ചുറ്റിക ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ അവസരമില്ലാത്തവന്മാരാണോ ഞങ്ങളുടെ 60 എവിടെ പോയി തിരക്കുന്നത്? പോയി ചത്തുടടാ. ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ 400 കിട്ടുമെന്ന് പറഞ്ഞിട്ട് 292 ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. 20 പിടിക്കുമെന്ന് പറഞ്ഞവർക്ക് 19 തന്നെ എവിടെ പോയി? പെർസെന്റേജ് ഒന്ന് നോക്കിക്കേ. എത്ര പെർസെന്റേജ് അവകാശവാദത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കിക്കേ. ഞങ്ങൾ 400 പിടിക്കുമെന്ന് പറഞ്ഞ് 300-നടുത്ത് എത്തി. ഞങ്ങളുടെ സ്ട്രൈക്ക് റേറ്റ് എത്ര? 20 പിടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ 1-ൽ ഒതുങ്ങി. സ്ട്രൈക്ക് റേറ്റ് എത്ര? അപ്പൊ അതുകൊണ്ട് അവനവന്റെ കണ്ണിലെ കോലെടുക്ക്, എന്നിട്ട് ഞങ്ങളുടെ കണ്ണിലെ കരട് എടുക്കാൻ വാ. കിട്ടി, പലിശ സഹിതം കിട്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.